പഴഞ്ചൻ ക്രെയിൻ, അതിന് ഇത്രമാത്രം ബിൽഡപ്പോ? കുറച്ച് പഴയതായതുകൊണ്ടാണല്ലോ ഇവിടെ വന്ന് കഥ പറയാൻ പറ്റിയത്. പിന്നെ ഞാനൊരു റിക്കവറി വാൻ മാത്രമല്ല, നമ്മുടെ രാജ്യത്തിന് വേണ്ടി സേവനമനുഷ്ഠിച്ച ഒരു പട്ടാള വാഹനം കൂടിയാണ്. ആർമിയിലെ സേവനമെല്ലാം കഴിഞ്ഞ് 2006 ലേലത്തിലാണ് ഞാൻ പെരിന്തൽമണ്ണയിലെത്തുന്നത്. അതിനും കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എന്നെ മൂവാറ്റുപുഴയിലേക്ക് കൊണ്ടുവന്നു. മരോട്ടിക്കൽ ക്രെയിൻ സർവീസ്, ഇവരുടെ ഭാഗ്യവാഹനമാണ് ഞാൻ. പെരിന്തൽമണ്ണക്കാരായിരുന്നു നമുക്ക് ഈ വണ്ടി തരുന്നത്. ഇത് മിലിറ്ററിയിൽ ഉള്ള വണ്ടിയായിരുന്നത്. നമുക്ക് 2006 അവർ കണ്ടിവിടെ രജിസ്റ്റർ ചെയ്യണ വണ്ടി. നമ്മുടെ വാപ്പാടെ ചേട്ടൻപുള്ളിയാണ്. ചേട്ടൻപുള്ളിക്ക് ക്രെയിൻ സർവീസ് ഉണ്ടായിരുന്നു. നമ്മൾ 2010 കൂടെ സർവീസിലേക്ക് ഇറങ്ങണത്. അപ്പോൾ പുള്ളിയുടെ കയ്യിൽ നിന്നാണ് നമ്മൾ ഈ വണ്ടി മേടിച്ചത്. എന്നിൽ നിന്നാണ് ഈ ക്രെയിൻ സർവീസിൻ്റെ തുടക്കം. അതിനുശേഷം ഒരുപാട് പേർ വന്നെങ്കിലും ഞാൻ ഇവിടെയുള്ളവർക്ക് എന്നും സ്പെഷ്യലാണ്. ആ സ്നേഹം എൻ്റെ ബോഡിയിലും കാണാം. എന്നെ കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയൊക്കെ ഇല്ലേ? രൂപത്തിൽ മാത്രമല്ലല്ലോ, എൻ്റെ പെയിൻറ്റിംഗ് ഒക്കെ നോക്കിക്കേ. നമുക്ക് പേഴ്സണൽ ഉപയോഗമാണ്. നമുക്ക് സ്ക്രാപ്പിൻ്റെ പരിപാടിയുണ്ട്. അല്ലാതെ ചില കമ്പനികളിലൊക്കെ ഓട്ടം വിളിക്കുമ്പോൾ നമ്മൾ വണ്ടി വിടും. വാപ്സിക്ക് പഴയ വണ്ടീനേക്കാളും ക്രേസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ പേരിലാണ് നമ്മൾ ഈ വണ്ടി എടുത്തതാണ്. ഇപ്പോൾ SC ഉണ്ട്, പുതിയ വണ്ടികളുണ്ട്. അതൊന്നും പുള്ളിക്ക് വലിയ താല്പര്യമില്ല. പുള്ളിക്ക് ഈ വണ്ടിനോടാണെങ്കിൽ ഇത് താല്പര്യം. അതുമല്ല, ഇതിലേക്ക് എന്ത് സാധനം, നമുക്ക് സ്ക്രാപ്പിൻ്റെ പരിപാടി ഉണ്ടല്ലോ, എന്ത് സാധനം പോയാലും പുതിയതല്ലാണ്ട് ഇതിലേക്ക് വേറൊരു സാധനം മേടിച്ചിടില്ല. ആദ്യം ഇത് ഡബിൾ ക്ലച്ച് ആയിരുന്നു. ഇപ്പോൾ അത് തൂക്കുടലാക്കി ഫ്ലൂഡാക്കി ഇറക്കി വണ്ടി. പിന്നെ ഫുൾ എയർ കയറ്റി, പിന്നെ പവർ സ്റ്റിയറിംഗ് കയറ്റി, കുറേ ആൾട്രേഷൻ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അതുമല്ല, പെയിൻറ്റിങ് ആയാലും കുറഞ്ഞ പെയിൻ്റൊന്നും മേടിച്ച് നമ്മൾ ഇന്നത്തേക്ക് അടിക്കില്ല. നല്ല രീതിയിൽ തന്നെ നല്ല കാശ് മുടക്കി തന്നെയാണ് പെയിൻ്റ് അടിക്കുകയുള്ളൂ. ഇത്രയും പഴക്കവും ഭംഗിയുള്ള ഒരു റിക്കവറി വാൻ കേരളത്തിൽ വേറെ ഉണ്ടോ? ഇവിടെ ഞാനൊരു പ്രൈവറ്റ് റിക്കവറി വെഹിക്കിളാണ്. ഇവിടെ പൊളിക്കുന്ന പഴയ വാഹനങ്ങൾ വലിച്ചുകൊണ്ട് വരാനും മറ്റു വാഹനങ്ങളൊക്കെ ബ്രേക്ക് ഡൗൺ ആകുമ്പോൾ അവരെ സഹായിക്കാനും ഒക്കെ ആയിട്ട് പോകുന്നു. ഇവിടെ എന്നേക്കാളും മോഡൽ കൂടിയതും ഫീച്ചേഴ്സ് കൂടിയതുമായ ഒരുപാട് ക്രെയിനുകളുണ്ട്. പക്ഷേ എല്ലാ ഡ്രൈവേഴ്സിനും എന്നെ മതി. ഇത് ഞാൻ ഭംഗിക്ക് പറയുന്നതല്ല, ഇത് കേട്ടോ. SC ക്രെയിൻ ആണെങ്കിൽ പൊക്കത്തിരുന്ന് ഓടിക്കണം, ഭയങ്കര ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. SC ക്രെയിനൊക്കെ ഓടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ 12-10 ഇതാകുമ്പോൾ നമുക്ക് കാറിൻ്റെ മോഡൽ ഇരുന്ന് ഓടിക്കാനുള്ള സ്പേസ് ഉണ്ട്. നമുക്ക് ക്ഷീണം ഉണ്ടാവില്ല ഈ വണ്ടി ഓടിക്കാൻ. ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യണത് എല്ലാവരും ഈ വണ്ടിയാണ്. നമ്മുടെ ഡ്രൈവർമാർ എന്ത് ഓട്ടം വന്നാലും, ഇപ്പോൾ എത്ര ദൂരം ഓട്ടം വന്നാലും ഈ വണ്ടി അല്ലാണ്ട് വേറൊരു വണ്ടി എടുക്കില്ല. ഇതില്ലെങ്കിൽ മാത്രമാണ് നമ്മുടെ ബാക്കിയുള്ള വണ്ടികളെല്ലാം ഇവർ യൂസ് ചെയ്യുള്ളൂ. ഞാനായാലും കടയിൽ ഏത് വണ്ടി കിടക്കുന്നുണ്ടോ, ക്രെയിനിൽ റിക്കവറി വാഹനം ഓട്ടം വന്നെങ്കിൽ ഞാനായാലും ഈ വണ്ടി കൊണ്ടുപോകുള്ളൂ. ടാറ്റയുടെ 1210 മോഡൽ എഞ്ചിൻ വരുന്ന ലോറിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ 1210 ലോറി എന്നാണ് അറിയപ്പെടുന്നത്. ടാറ്റയും ബെൻസുമായി ചേർന്ന് ലോറികൾ നിർമ്മിച്ചിരുന്നില്ലേ, അതിൻ്റെ അവസാന കാലത്തെ വാഹനം. ആ പേരിലും എനിക്കൊരുപാട് ഫാൻസ് ഉണ്ട് കേട്ടോ. പഴമ നിറഞ്ഞു നിൽക്കുന്ന ഡബിൾ ഗ്ലാസും മൂക്കൻ ക്യാബിനുമെല്ലാമായി 1969 ഞാൻ പുറത്തിറങ്ങുന്നത്. ടാറ്റയുടെ 1210 മോഡൽ 6 സിലിണ്ടർ 5 ലിറ്റർ എഞ്ചിൻ, 110 HP പവർ. പിന്നെ ഈ കാണുന്ന എക്സ്ട്രാ ഗിയർ കണ്ടോ, ഇതാണ് ക്രെയിൻ ഓപ്പറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. മറ്റ് ക്രെയിനുകളെ അപേക്ഷിച്ച് എൻ്റെ ഷാസി അല്പം ചെറുതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഏത് വഴിയിലൂടെയും പോവാം. ചെറുതാണെന്ന് കരുതി എൻ്റെ പെർഫോമൻസ് ഒന്നും അങ്ങനെയല്ല കേട്ടോ. എൻ്റെ 2 ഇരട്ടി വലുപ്പമുള്ള വാഹനങ്ങൾ വരെ ഞാൻ വലിച്ചുകൊണ്ട് പോകാറുണ്ട്. നമുക്കെന്ന് വെച്ചാൽ ഈ വണ്ടിക്ക് ഒടി കൂടുതലുണ്ട്. ഡി വണ്ടിയാണ് ഇത്. ഫ്രണ്ടേജ് കൂടുതലും ബാക്കേജ് കുറവോ വണ്ടിക്ക്. ഏത് സ്ഥലത്ത് ഒടിഞ്ഞു കയറി പൊക്കോളും വണ്ടി. നമുക്ക് SC ഒക്കെ ആണെങ്കിൽ അത്ര ഒടിയില്ല. നമുക്കൊരു 16 വീല് വരെ വണ്ടി ലോഡ് എടുത്ത് പോയിട്ട് നമുക്ക് യാതൊരു കുഴപ്പം വന്നിട്ടില്ല. എവിടെയും വഴിക്ക് കിടക്കാൻ വന്നിട്ടില്ല. ഇപ്പോൾ ഇറങ്ങുന്ന വണ്ടികളെല്ലാം മാക്സിമം നമ്മൾ ഈ വണ്ടിയിൽ എടുക്കുന്നത്. നമുക്ക് മറ്റു വണ്ടിയിൽ എടുത്ത് അത്ര മരുങ്ങ് കിട്ടുള്ള. നമ്മൾ ഈ വണ്ടി എടുത്തിട്ട് മഹാരാഷ്ട്ര, ഗോവ, ബാംഗ്ലൂർ എല്ലാ സ്ഥലത്തും നമ്മൾ പോയിട്ടുണ്ട്. നമുക്ക് ഇന്ന് വരെ ഒരു സ്ഥലത്ത് പോയി വഴിക്ക് കിടക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല. അത് രീതിയിൽ നമ്മൾ മെയിൻ്റെനൻസ് ചെയ്ത് കൊണ്ടു കിടക്കുന്നത്. പ്രായം 55 കഴിഞ്ഞിട്ടും ഞാൻ റോഡിലിങ്ങനെ കൂളായി ഓടുന്നത് കണ്ടോ.
കാലത്തിനൊത്ത ചെറിയ മാറ്റങ്ങളൊക്കെ എൻ്റെ മെക്കാനിക്കൽ പാർട്സിലും വരുത്തിയിട്ടുണ്ട്. പഴയ ഡബിൾ ക്ലച്ച് മാറ്റി സിംഗിൾ ക്ലച്ചാക്കി, എയർ ബ്രേക്കിലേക്ക് അപ്ഗ്രേഡ് ചെയ്തു, പിന്നെ പവർ സ്റ്റിയറിംഗ്, അങ്ങനെ ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എത്ര വലിയ റിക്കവറിക്ക് ഞാൻ പോകാറുണ്ട്. പിന്നെ ഞാനൊരു പ്രൈവറ്റ് വാഹനമായതുകൊണ്ടേ 5 വർഷം കൂടുമ്പോഴൊക്കെ ടെസ്റ്റുള്ളൂ. ഈ 55-ാം വയസ്സിൽ ഞാൻ എൻ്റെ ഫിറ്റ്നസ് ടെസ്റ്റ് പാസ്സാകും. ഇത്രയും കോൺഫിഡൻസ് എവിടുന്ന എന്നായിരിക്കും ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, അങ്ങനെയാണ് ഇവരെന്നെ നോക്കുന്നത്. പിന്നൊരു കാര്യം, ഇനി ഒരു 50 കൊല്ലം കൂടി കഴിഞ്ഞാലും ഞാനിവിടെയൊക്കെ തന്നെ കാണും. ഇത് അളന്ന് ടായ്സ് അടച്ചാണ് വണ്ടിയാണ്, ബോഡി അളന്ന് ടായ്സ് അടച്ചാണ് വണ്ടിയാണ്. അപ്പം 5 വർഷം കൂടുമ്പോൾ അളന്ന് ടായ്സ് അടച്ചാണ് ടെസ്റ്റ് ചെയ്യണത് വണ്ടി. ഇപ്പോൾ പുതിയതായിട്ട് MVD ഒരു ചെക്കപ്പിൻ്റെ ഇത് ഇറക്കിയിട്ടുണ്ട്. അതിൽ 80% പാസ്സാവണ വണ്ടികൾക്ക് ടെസ്റ്റ് ചെയ്ത് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. 80% അല്ല, 100% പാസ്സാവാൻ വണ്ടി ഓക്കെയാണ്. അതേ രീതിയിൽ കണ്ടീഷനാക്കിയാണ് വണ്ടി കൊണ്ടു കിടക്കുന്നത്. വാപ്സിക്കൊന്നും മരിക്കണ വരെ വണ്ടി ഇങ്ങനെ തന്നെ നിലനിന്ന് പോകണമെന്നുണ്ട്. അതെന്ന് വെച്ചാൽ ആദ്യത്തെ വണ്ടിയാണ് നമ്മുടെ. ഇതിൽ നിന്നാണ് വാപ്സി എല്ലാം നേടിയത്. ഇതെല്ലാം ഉണ്ടാവാൻ കാരണം ഈ ഒരു വണ്ടി ആയതുകൊണ്ടാണ്.